അങ്ങനെ വീണ്ടും ഒരു 5 വർഷമോ 4 വർഷം മിച്ചമുണ്ടല്ലോ കോളേജിന്റെ. പിന്നെ ഒരു 3 വർഷം കൂടെ. 3 വർഷം. അത് അവിടുന്ന് ആലപ്പുഴയിൽ നിന്നൊരു പറിച്ചു നടൽ തിരുവനന്തപുരത്തേക്ക്. ട്രിവാൻഡ്രം. വെരി ഗുഡ്. അങ്ങനെ തിരുവനന്തപുരത്ത് ഗവൺമെന്റ് ലോ കോളേജിൽ ഗവൺമെന്റ് ലോ കോളേജിൽ സോ യു ആർ ആൻ അഡ്വക്കേറ്റ്. എൻറോൾ ചെയ്ത ഒരു വക്കീലാണ്. ഓ അത് ശരി. പക്ഷെ നിയമങ്ങളൊക്കെ കയ്യിലെടുത്ത ഒരു വക്കീലാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഒരു പാട്ടുകാരനാണ്. ഇപ്പൊ പറഞ്ഞതിൽ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ കോളേജ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു. അതെ. അതുപോലെ നിയമ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം പാസ്റ്റ് ടെൻസ് ആണ്. പാട്ടുകാരനാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ പുതിയത്. ദാസേട്ടന്റെ പാട്ട് കളിഞ്ഞ ദാസന്റെ അതേ ശബ്ദത്തിൽ പാടുമല്ലോ. അതേ ശബ്ദത്തിൽ എന്തായാലും പാടാൻ പറ്റും. അല്ല, എന്നാലും ഒരു ചെറിയൊരു അനുകരണം പല സ്ഥലത്തും ഇങ്ങനെ പാടി കേൾക്കാറുണ്ട്. അല്ല, ഗാനമേളകൾക്കൊക്കെ ആദ്യകാലങ്ങളിൽ പാടിയിരുന്നപ്പോൾ നമ്മുടെ ട്രൂപ്പിലൊക്കെ പാടുമ്പോൾ നമുക്ക് അതാണ് നമ്മുടെ എല്ലാവരും വന്ന് പറയും നമ്മൾ അതേപോലെ പാടാൻ ശ്രമിക്കും. പാരിജാതം ഒക്കെ പാരിജാതം തിരുമിഴി തുറന്നു അങ്ങനെ പാടിയാൽ മതി. പക്ഷെ ആൾക്കാര് പറയും ഒരു വലിയൊരു ഇത് വെച്ചാലേ അവർക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. കാരണം ഇല്ലെങ്കിൽ പറയുമോ ദാസന്റെ അത്ര ആയില്ല എന്നുള്ളൂ. അത് കാരണം എല്ലാ ആൾക്കാരും അതിന്റെ പുറകെ അനുകരിക്കാൻ. അല്ല, ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അതൊന്നും അല്ല അദ്ദേഹം. ഈ സോക്കോൾ എല്ലാവരും പറയുന്നതൊന്നുമല്ല. അദ്ദേഹത്തിന്റെ ശബ്ദം എല്ലാവരും വിചാരിക്കുന്നത് ഇങ്ങനെ ഭയങ്കര പവർഫുൾ ആയിട്ട് ബേസ് ഉള്ള, അങ്ങനെയല്ലല്ലോ. ഈ എത്രയോ ഹൈ റേഞ്ചിലുള്ള നമുക്ക് പാടാൻ പറ്റാത്ത ചില പാട്ടുകൾ പാടിയിരിക്കുന്നത്. പിന്നെ മാത്രമല്ല, ഈ എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യണ പോലെ അദ്ദേഹത്തിനെ ഇമിറ്റേറ്റ് ചെയ്താൽ നമ്മൾ എങ്ങും എത്തൂല എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു ഒരിക്കലും പറ്റില്ല. അത് എന്റെ ചേട്ടൻ ആദ്യമേ പറഞ്ഞു തന്നെ. എനിക്ക് ആദ്യം പാടിയോ പറഞ്ഞു, നീ എടാ ദാസിനെ അനുകരിക്കരുത്, അവർ കൂട്ടുകാരാണ്, നീ നിന്റെ ശൈലി പാടിയാൽ മതി, ഇന്നല്ലേ നാളെ അംഗീകരിക്കപ്പെടുന്നു. ഒരു വലിയൊരു അഡ്വൈസായി. രാധാകൃഷ്ണൻ സാറിൻ്റെ പാട്ട് ആണ് ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഒരു കണക്ഷൻ പറയാം. ഞങ്ങളുടെ കോളേജിൽ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞു. ആ സമയത്ത് കോളേജിൽ ഗാനമേള നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ യേശുദാസ് സാറിൻ്റെ ഒരു പാട്ടാണ് പാടുന്നത്. അന്നൊക്കെ ഗാനമേളയ്ക്ക് ഒരുപാട് പാടിയിട്ടുള്ള പാട്ടാണ്. ആ പാട്ട് ഞാൻ പാടാം എൻ്റെ ഒരു ഓർമ്മയിൽ. അതെനിക്ക് ആ പാട്ട് കേൾക്കുമ്പോഴൊക്കെ അന്ന് കോളേജിൽ നടന്ന സംഭവങ്ങളും സിനിമയേക്കാൾ കൂടുതൽ എൻ്റെ മനസ്സിൽ അതൊക്കെയാണ് തെളിഞ്ഞു വരുന്നത്. പഴം തമിഴ് പാട്ടിഴയും ശ്രുതി പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി സരസസുന്ദരി മണി നീ അലസമായി ഉറങ്ങിയോ, കനവു നെയ്തൊരാത്മരാഗം മിഴികളിൽ തുളുമ്പിയോ, വിരലിൽ നിന്നും വഴുതി വീണോ വിരസമായൊരാദിതാളം, പഴം തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. ആഹരി രാഗത്തിൽ ചേട്ടൻ ചെയ്തൊരു പാട്ടാണ്. അങ്ങനെ ഇവിടെ ലോ കോളേജിൽ ട്രിവാൻഡ്രത്തെത്തി. പിന്നെ എവിടാണ് സോഫിയെ കണ്ടുമുട്ടിയത്? ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫേസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി. അതായത് പൊളിറ്റിക്സിലില്ല. കാര്യം ചേട്ടനല്ലേ ബാട്ടൺ ഹില്ലിലെ ലോ കോളേജിലുള്ള പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ. അടി വാങ്ങിക്കാൻ ബെസ്റ്റ് സ്ഥലമാണ്. അപ്പോൾ അത് അവിടെ വളരെ എനിക്ക് പലപ്പോഴും ഭയം ഉണ്ടായിരുന്നു അവിടുത്തെ പൊളിറ്റിക്സിലുള്ള പല പുറത്തുനിന്നുള്ള ഇടപെടലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുള്ളത്. അവരുടെ കൂടെ നിൽക്കും. പക്ഷേ ഒന്നിലും ഇല്ലാതെ ഞാൻ മാറി നിന്നു. അതും കഴിഞ്ഞ് പക്ഷേ അവിടെ വെച്ച് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും ഇല്ല. ഈ പാട്ട് കേട്ടാരും പ്രണയമായിട്ട് വന്നിട്ടില്ല. ഞാനും അങ്ങനെ ഒന്നുമില്ല. എന്ന് വെച്ചാൽ കോളേജ് പഠിക്കുമ്പോൾ തന്നെ വേറെ പ്രോഗ്രാമും റെക്കോർഡിങ് അങ്ങനെയൊക്കെ പോയി. അതെല്ലാം കഴിഞ്ഞ് പഠനം കഴിഞ്ഞ് എൻറോൾ ചെയ്ത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇതൊരു സൈഡിലേക്ക് മാറ്റി മ്യൂസിക് ആക്കി പ്രധാന തൊഴിൽ. അങ്ങനെ സംഗീതത്തിലൂടെ പോകുന്ന സമയത്താണ് വളരെ യാദൃച്ഛികമായിട്ട് സോഫിയെ കണ്ടുമുട്ടുന്നത്. അത് പറയണേ കുറച്ച് സമയം എടുക്കും. ഞാൻ ചുരുക്കി ഒറ്റ വാക്കിൽ പറയാം. ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അല്ലൊരു കാര്യം ചെയ്യാം. സോഫിയെ കണ്ടുമുട്ടുന്നത് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത്. ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. സോഫിയും കൂടെ കൊണ്ടുവരാൻ നമുക്ക്. അതൊരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. അതൊരു സസ്പെൻസ് ആയിട്ടിരിക്കും. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാനൊക്കെ പോയിട്ട്
ഇതുപോലെ ഗായിക മുങ്ങിക്കളഞ്ഞു. അവസാനം ഒറ്റയ്ക്ക് നിന്ന് 2.5 മണിക്കൂർ പാടിയ അനുഭവമൊക്കെ എനിക്കുണ്ട്. ഫീമെയിൽ ഇല്ല, സിംഗറില്ല. ഇല്ല. ഇതുപോലെ സംഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. പണ്ട് നമ്മൾ ട്രൂപ്പിന്റെ ഗാനങ്ങളിലേക്ക് പോകുന്ന സമയത്ത് പരിപാടിക്ക് അവിടുന്ന് ഒരു വണ്ടിയിലാണല്ലോ എല്ലാവരും പോകുന്നത്. വണ്ടിയിൽ പോയി കുറച്ച് അന്ന് നമ്മൾ പ്രത്യേകം കാറൊന്നും അങ്ങനെയൊന്നും ഇല്ല, എല്ലാവരും കൂടെ ഒരു വണ്ടിയിലേക്ക് പോവാം. അങ്ങനെ കൊല്ലത്താണ് പരിപാടി. കൊല്ലത്ത് ഒരു സ്ഥലത്ത് പരിപാടിക്ക് പോകാനായിട്ട് ആലപ്പുഴയിൽ നിന്ന് പുറപ്പെട്ട് വണ്ടിയിൽ യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പാട്ടുകാരി പറയുന്നത്, എനിക്ക് ശബ്ദമില്ല. പിന്നെന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ ശബ്ദമില്ല, സംസാരിക്കാൻ പോലും ഇല്ല, കാറ്റ്, ഈ ശബ്ദമില്ല. പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അല്ല എനിക്ക് പാടാൻ പറ്റില്ല, ഞാൻ വരാം. അപ്പം വന്നിട്ടെന്താ കാര്യം, ഒരു കാര്യമില്ല. അപ്പം പ്രധാനപ്പെട്ട പാട്ട് പാടുന്നത് വേറെ ഫാസ്റ്റ് നമ്പറൊക്കെ പാടുന്ന ഒരു കുട്ടിയുണ്ട്, പക്ഷേ ഈ മെയിൻ സിംഗർക്ക് ശബ്ദമില്ല. അങ്ങനെ കൊല്ലത്ത് പരിപാടി സ്ഥലത്തെത്തി. അപ്പോൾ രാത്രി 11 മണിക്ക് പറ്റാണ് ഗാനമേള. നമ്മളവിടെ ഒരു 9 മണിക്കൊക്കെ എത്തി. എന്നിട്ട് പലരെയും വിളിക്കുന്നുണ്ട്, ഈ കൊല്ലം, മാവേലിക്കര, അടൂർ, പത്തനംതിട്ടയിലുള്ളൊക്കെ സർവ്വ പാട്ടുകാരെയും വിളിച്ചു. അപ്പം അന്നങ്ങ് പലർക്കും മൊബൈൽ ഫോണില്ല, വീട്ടിലോട്ടല്ലെങ്കിൽ വേറെ ഫോണൊക്കെ വിളിച്ച് അങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കി, ഒരാളെയും കിട്ടിയില്ല. അവസാനം നമ്മുടെ അന്ന് ആ പ്രോഗ്രാമിന് ഫ്ലൂട്ട് വായിച്ചത് നമ്മുടെ അറിയപ്പെടുന്ന ഫ്ലൂട്ട് ജോസിയേട്ടനാണ്. ജോസിയേട്ടൻ പറഞ്ഞ കൊല്ലത്തൊരു പാട്ടുകാരിയുണ്ട് നന്നായിട്ട് പാടുന്നത്, നമുക്ക് അവരുടെ വീട്ടിലൊന്ന് പോയി നോക്കാം, വീടിൻ്റെ ഏകദേശം ഏരിയ അറിയുള്ളൂ. അങ്ങനെ ഞാനും ഈ ജോസിയേട്ടനും കൂടെ ഒരു ഓട്ടോറിക്ഷയിൽ കയറി ഒരു പാട്ടുകാരിയുടെ വീട് അന്വേഷിച്ച് രാത്രി പോവുക കൊല്ലത്ത്. അങ്ങനെ അവരുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവരെല്ലാം ഉറങ്ങി. 10 മണിയായപ്പോഴേ നേരത്തെ കിടന്ന് ഉറങ്ങി. 10 മണിയായി, അവിടെ 11 മണിക്ക് ഗാനമേളയാണ്. അവർ എന്നിട്ട് അവസാനം അയൽ വീട്ടിലൊക്കെ അന്വേഷിച്ച് ചെന്ന് ഇവരെ കോളിംഗ് ബെല്ല് അടിച്ച് വിളിച്ചുകൊണ്ടപ്പം പറഞ്ഞ്, മോള് ഉറങ്ങിയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രക്ഷയില്ല, ഞങ്ങളെ രക്ഷിക്കണം, പരിപാടിക്ക് വന്ന് പാടണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങിക്കിടന്ന ആളെ വിളിച്ച് മുഖമൊക്കെ കഴുകി നേരെ ഒരു ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോയി ഗാനോട് നടത്തി. അല്ലെങ്കിൽ ഇടിമേടിക്കും, അന്നൊക്കെ അങ്ങനെയാണല്ലോ. ഇപ്പോഴും അങ്ങനെ തന്നെ, ഇടിമേടിക്കുന്നതിന് വ്യത്യാസമില്ല. പിന്നെ വേറെ ഏതോ സ്റ്റേജിൽ പോയിട്ട് സ്റ്റേജ് കാണാനില്ല എന്നുള്ളത്. ഒരു പരിപാടിക്ക് ഇതുപോലെ ചെന്ന് ഓർക്കസ്ട്രയൊക്കെ അവിടെ ചെല്ലുമ്പോൾ പ്രോഗ്രാം ബുക്ക് ചെയ്തിരുന്ന സ്ഥലം തന്നെയാണ്, കറക്റ്റാണ്. അപ്പം എന്തോ ഒരു ക്ലബിൻ്റെ പരിപാടിയാണ്. അവിടെ ചെന്നപ്പോൾ കുണ്ടറ ഭാഗത്ത് എവിടെയാണെന്ന് എൻ്റെ ഓർമ്മ. അവിടെ ചെന്നപ്പോൾ സ്റ്റേജ് ഇല്ല. എന്നുവെച്ചാൽ സ്റ്റേജ് വെറുതെ അങ്ങനെയല്ല, ആ പരിസരത്ത് കുറെ കരി മാത്രം കിടക്കുക. അവിടെ എന്തോ തീപിടുത്തം ഉണ്ടായിട്ട് സ്റ്റേജ് കത്തിപ്പോയി. എന്നാ ഇവര് അറിയിച്ചാൽ നമ്മൾ പോരണ്ടല്ലോ, അവരറിയിച്ചില്ല. ഗാനമേളയ്ക്ക് ഓർക്കസ്ട്രയെല്ലാം വന്ന് നോക്കുമ്പോഴത്തേക്ക് അവർ ചോദിച്ചു ഇവിടെയായിരുന്നു പരിപാടി. ആരോട് ചോദിക്കാൻ, അവിടെ അങ്ങ് ആരുമില്ല. ഈ ക്ലബിന്റെ ഭാരവാഹികളെല്ലാം മുങ്ങി. കുറെ സമയം എല്ലാവരും അവിടെ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി എന്നിട്ട് തിരിച്ചു പോയി. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്, കാരണം ഗാനമേളയ്ക്ക് വിട്ട് സ്റ്റേജില്ല. സ്റ്റേജിലെന്ന് പറഞ്ഞാൽ കുറെ കരി ഇങ്ങനെ കിടക്കുന്നു, കത്തിക്കരിഞ്ഞ് കിടക്കുന്നത്. എന്താ സംഭവിച്ചെന്നൊന്നും ഇതുവരെ പിടികിട്ടിട്ടില്ല. സംഭവം പരിപാടി നടന്നില്ല. അങ്ങനെ എന്നെക്കാളും എത്രയോ ചേട്ടനൊക്കെ ഇതുപോലെ കുറെ അനുഭവങ്ങൾ ഉണ്ടായില്ലേ. പക്ഷെ ഞാൻ ആ പ്രോഗ്രാമിന് ഞാൻ തന്നെത്താനെന്ന് പാടിയിട്ട് അവസാനം കരച്ചിൽ വന്ന് എനിക്ക് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക്. അതായത് കസ്തൂരിയൊക്കെ ഞാൻ തന്നെ പാടുക മൊത്തം. ശ്വാസം എടുക്കാൻ പോലും സമയമില്ല. ശ്വാസം എടുക്കാൻ പോലും മച്ചാനെ എല്ലാം ഞാൻ തന്നെ, മച്ചാനെ എൻ്റെ മച്ചാനെ ഇങ്ങനെ പാടുക. അവസാനം എനിക്ക് വളരെ വിഷമം വന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ആരെങ്കിലും ഈ കൂട്ടത്തിൽ പാടുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു കുട്ടി ഉണ്ടെന്ന് പറഞ്ഞ് വന്ന് ആ കുട്ടിയായിട്ടാണ് ഞാൻ മറ്റേ അഴകേ നിൻമിഴി നീർമണി ആ പാട്ട് പാടിയത്. അയ്യോ, ഇപ്പോഴും ഓർമ്മയുണ്ട്. അതൊന്ന് നമുക്ക് ഇതുപോലത്തെ എത്ര അനുഭവങ്ങൾ നമുക്കൊന്നും മറക്കാൻ പറ്റില്ല. അതുപോലെ അനുഭവങ്ങളാണ്.